ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത സജീവ്. പ്രധാന വാർത്തകൾ. മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കിഴക്കൻ മേഖലയിലെ പള്ളികളിൽ വിപുലമായ പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. യുവാവിനെയും കുടുംബത്തെയും ഒരു സംഘം ആളുകൾ വീട് കയറി മർദ്ദിച്ചതായി പരാതി. പുനലൂർ കല്ലുമല സ്വദേശി ബോബൻ രാഘവനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത്. ചണ്ണപ്പേട്ട റോഡിൽ കൂറ്റൻ തേക്കുമരം കടപുഴകി വീണു. KSEB ജീവനക്കാരും പോലീസും ഫയർഫോഴ്സും അടിയന്തര നടപടി സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പുനലൂരിലും പരിസരങ്ങളിലുമുള്ള പള്ളികളിൽ വിപുലമായ പെരുന്നാൾ നമസ്കാര സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഒരു മാസം നീണ്ട കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളും നടന്നു. കാസർഗോഡ് ഒഴികെയുള്ള കേരളത്തിലെ ജില്ലകളിൽ തിങ്കളാഴ്ചയായിരുന്നു ചെറിയ പെരുന്നാൾ. കാസർഗോഡും ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. തിങ്കളാഴ്ച ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു. പുനലൂർ ആലഞ്ചേരി ജമാഅത്തിൽ വിപുലമായ പെരുന്നാൾ നമസ്കാര സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. ഇമാം നൌഷാദ് നിഹായ്, സിദ്ദീഖ് ബാഖവി, സുലൈമാൻ മന്നാനി എന്നിവർ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ നരിക്കൽ റോഡിൽ മാലിന്യ നിക്ഷേപം പെരുകുന്നു. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പുനലൂർ നരിക്കൽ റോഡിൽ പാമ്പാടി ജംഗ്ഷന് സമീപമാണ് റോഡരികിൽ വ്യാപകമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നത്. രാത്രിയുടെ മറവിൽ പ്ലാസ്റ്റിക് കവറുകൾ കെട്ടിയ മാലിന്യങ്ങൾ വൻതോതിൽ ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. ചെത്ത പട്ടിയെ വരെ ചാക്കിലാക്കി ഇവിടെ തള്ളിയിട്ടുണ്ട്. പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ റോഡരികിലെ അനധികൃത മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ഈ റോഡ് സൈഡ് മൊത്തം വേസ്റ്റ് ആയിട്ടേക്കുന്നത്, എന്റെ തോട്ടത്തിലെല്ലാം ഇട്ടേക്കുന്നതാ. കോഴിയുടെ വേസ്റ്റും ആടിന്റെ വേസ്റ്റും മാട്ടിന്റെ വേസ്റ്റും ഒക്കെ ഇവിടെ കൊണ്ടിടുക. ഇതൊന്നും ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്യണം പഞ്ചായത്തുകാർ, ആരാണെങ്കിലും അറിയാം. ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നിത്യേന ഇത് തന്നെയാണ് ഇവിടുത്തെ സംഭവം. രാവിലെ വന്നു കഴിയുമ്പോൾ ചാക്കി കൊണ്ട് മുടി, വേസ്റ്റ്, ഇതുപോലെ തന്നെ പട്ടിയെ തല്ലിക്കൊന്നിടുക. ഈ നരിക്കൽ ഭാഗത്തേക്ക് പോകുന്നവർക്കെല്ലാം ഇതാണ് മൂക്കുപൊത്തിയാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകണമെന്ന് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു. രാത്രിയിൽ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലവർഷം ശക്തമായതോടെ മാലിന്യങ്ങൾ മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങി സമീപത്തെ വീടുകളിലെത്തുന്നതും പതിവായിരിക്കുകയാണ്. ചത്ത പട്ടിയെ ചാക്കിൽ കെട്ടി റോഡിൽ തള്ളി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇത് നീക്കം ചെയ്യുന്നതിനായി യാതൊരു നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ലൈവ് വാർത്ത പുനലൂർ. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചിന് ജൂലൈ 16 പുനലൂരിൽ സ്വീകരണം നൽകും. സേവ് ഇന്ത്യ ചേഞ്ച് ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചിന് ജൂലൈ 15 കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭം കുറിക്കുന്നത്. AIYF AISF നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചിന് ജൂലൈ 16 പുനലൂരിൽ സ്വീകരണം നൽകും. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച വെഞ്ചേമ്പ് താവറത്ത് ഓഡിറ്റോറിയത്തിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടക്കും. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം S വേണുഗോപാൽ നിർവഹിച്ചു. CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, AIYF ജില്ലാ സെക്രട്ടറി CP പ്രദീപ്, AISF ജില്ലാ പ്രസിഡന്റ് സന്ദീപ്, R വിനോദ്, VS പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സേവ് ഇന്ത്യ ചേഞ്ച് ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ജൂലൈ 15 കന്യാകുമാരിയിൽ നിന്നും ആരംഭിക്കുന്ന ലോങ് മാർച്ച് സെപ്റ്റംബർ 12 പഞ്ചാബിലെ സുസൈനിവാലയിൽ സമാപിക്കും. ലൈവ് വാർത്ത പുനലൂർ. എയർഫോഴ്സ് അസോസിയേഷന്റെ പുനലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എയർഫോഴ്സ് അസോസിയേഷൻ പുനലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം കുടുംബസംഗമം സംഘടിപ്പിച്ചത്. തൊളിക്കോട് TK ഉമ്മൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് പിരിഞ്ഞു വന്ന എയർഫോഴ്സിലെ ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, നിങ്ങളുടെ ഒത്തുചേരലിലൂടെ കൂടുതൽ പരിചയവും സ്നേഹവും പങ്കുവെക്കുക, കൂടുതൽ നേടിയെടുക്കാൻ എന്തെങ്കിലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ടെങ്കിൽ അതിന് ഉള്ള അവസരം, ഈ നിലയിലെല്ലാം
ഇത്തരം ഒരു സംഘടന രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിരിക്കും. എയർഫോഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് എൻ ശശിധരപിള്ള അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി ജി പ്രഹ്ലാദൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ARS അയ്യർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി S ശ്രീകുമാർ, കൊല്ലം ചാപ്റ്റർ പ്രസിഡന്റ് VG നായർ, താലൂക്ക് ട്രഷറർ A രാമചന്ദ്രൻ നായർ, G ശ്രീധരപിള്ള, സായു സലീം എന്നിവർ സംസാരിച്ചു. എയർഫോഴ്സിൽ നിന്നും വിരമിച്ചവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് എയർഫോഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. 2016 ഒക്ടോബറിലാണ് സംഘടനയുടെ പുനലൂർ താലൂക്ക് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ. യുവാവിനെയും കുടുംബത്തെയും ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പുനലൂർ കല്ലുമല സ്വദേശി ബോബൻ രാഘവനെയും കുടുംബത്തെയുമാണ് കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി മർദ്ദിച്ചത്. പുനലൂർ പേപ്പർമിൽ കല്ലുമല പള്ളിവടക്കേതിൽ വീട്ടിൽ ബോബൻ രാഘവനും കുടുംബത്തിനുമാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരു സംഘം ആളുകൾ വടിയും ഇരുമ്പ് കമ്പികളും ഉപയോഗിച്ച് കുടുംബത്തെയും ബോബൻ രാഘവനെയും മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബോബൻ രാഘവൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊട്ടടുത്ത് ജ്യേഷ്ഠത്തിൽ താമസിക്കുന്നു. അവിടെ ബഹളം കേട്ടുണ്ട്. കുറച്ച് സമയം എണീറ്റ് പോകാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷമാണ് അവിടെ ചെന്നത്. അപ്പോഴത്തേക്ക് അവിടെ അവർ ഒരാളെ അടിക്കാനായിട്ട് ഓടിച്ച് ആ വഴിക്ക് പുള്ളിക്കാരൻ ആ വീട് വഴിക്ക് പോയി. അപ്പോൾ അതിന് ആ വീട്ടിൽ വന്നവന്മാർ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അവർ സ്ഥിരം ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനൊരു കഞ്ചാവ് ലോബിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പം അവർ വീട്ടിനകത്ത് കയറിയതിനെ തുടർന്ന് വീട്ടിൽ ഉള്ള പെണ്ണുങ്ങൾ ചോദ്യം ചെയ്ത് അങ്ങനെ അവരെ അടിക്കാൻ പോയപ്പോൾ ഞാൻ തടസ്സം പിടിക്കാതിരുന്നതിനാണ്. പിന്നെ കമ്പി വെച്ച് തലക്കടിച്ച്, പിന്നെ മറ്റ് മാരകായുധങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പട്ടിയോലൊക്കെ വെച്ച് ദേഹത്തൊക്കെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അടി കൊണ്ട് പിന്നെ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ റോഡിട്ട് വലിച്ചു കഴിച്ച് സ്ത്രീകളെ അവർ ഒരുപാട് അസഭ്യം പറയുകയും ചെറുതായി മർദ്ദിക്കുകയും സ്ത്രീകളെ ചെയ്തിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു. കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധമുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബോബൻ രാഘവൻ പറയുന്നു. മുൻപ് നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികളായ 2 പേർ ഉൾപ്പെടെ 4 പേർക്കെതിരെ പുനലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുൻപും നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ബോബൻ പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. ഇടമൺ ദ്വാരക പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 6ാമത് വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L ഗോപിനാഥപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തോണിച്ചാൽ ചരുവിളപ്പുത്തൻ വീട്ടിൽ V മോഹൻകുമാറിന്റെ വസതിയിൽ നടന്ന വാർഷികാഘോഷം തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L ഗോപിനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബശ്രീയുടെയും പുരുഷ സംഘത്തിന്റെയും പ്രവർത്തനം, പുരുഷ സംഘത്തിന് ഗവൺമെന്റ് തീർച്ചയായിട്ടും പരിഗണന കൊടുക്കണം. അതുകൊണ്ട് ഈ സംഘങ്ങൾ തന്നെ അതിനാവശ്യമായ നിവേദനങ്ങളും നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റും നമ്മുടെയൊക്കെ സങ്കല്പം ശരിയാണ്. കുടുംബശ്രീയെ ഗവൺമെന്റ് കൂടുതൽ ആശ്രയിച്ച് കുടുംബശ്രീ വഴി ഏതൊരു സഹായവും കൊടുക്കുന്ന നിലയിലേക്ക് ഗവൺമെന്റ് തീരുമാനിച്ച് പഞ്ചായത്തിന് ഡയറക്ഷൻ തരുന്നത് പഞ്ചായത്ത് വഴി ആട്ടിനെ കൊടുക്കുന്നു, പശുവിനെ കൊടുക്കുന്നു, കൃഷിക്ക് കൊടുക്കുന്നു. ഏതൊരു സഹായവും കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് കൊടുക്കുന്നത്. സംഘം സെക്രട്ടറി T ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷനായി. പുനലൂർ ASI MM ഷെരീഫ്, പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ റിനി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ വാർഡംഗം R രജീഷ് വിതരണം ചെയ്തു. പഠനോപകരണങ്ങളുടെ വിതരണം വാർഡംഗം സുനിൽകുമാർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. The awesome collection of ready-made wear. JS Wedding Palace, അഞ്ചൽ. ഫോൺ 0475227719. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു.
ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. ഒരു വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. ഫോൺ 0492322728. മൊബൈൽ 9995444173. 9995244173. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. അഞ്ചൽ ആലഞ്ചേരി ചണ്ണപ്പേട്ട റോഡിൽ കൂറ്റൻ തേക്കുമരം കടപുഴകി വീണു. ഫയർഫോഴ്സും പോലീസും KSCB ജീവനക്കാരും ഉടൻ സ്ഥലത്തെത്തി അടിയന്തര നടപടികൾ സ്വീകരിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് കൂറ്റൻ തേക്കുമരം റോഡിലേക്ക് ഇലക്ട്രിക് ലൈനിന്റെ മുകളിലൂടെ വീണത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്ന മരമാണ് കടപുഴകിയത്. 11 kV ലൈനിന് മുകളിലൂടെ മരം കടപുഴകി വീണ ഉടൻ തന്നെ നാട്ടുകാർ രംഗത്തെത്തുകയും ഫയർഫോഴ്സിനെയും KSCBയെയും വിവരം അറിയിക്കുകയും ചെയ്തു. റോഡിലൂടെയുള്ള വാഹനങ്ങൾ നാട്ടുകാർ നിയന്ത്രിക്കുകയും ചെയ്തതിനാൽ അപകടം ഒഴിവായി. KSCB അധികൃതരും പോലീസും ഫയർഫോഴ്സും ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തുകയും മരം മുറിച്ചു മാറ്റുകയും ചെയ്തു. KSCB ഉദ്യോഗസ്ഥർ ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികളും ഉടൻ തന്നെ പൂർത്തിയാക്കി. മരം കടപുഴകി വീഴുന്ന സമയം വാഹനങ്ങൾ റോഡിലൂടെ കടന്നു വരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാകുന്നതിന് കാരണമായി. ചണ്ണപ്പേട്ട ആനക്കുളം വഴിയുള്ള KSRTC സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭയും കോളേജ് വാർഡ് കൂപ്പുംപുറം 7 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഉദയം കുടുംബശ്രീയും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജനങ്ങളാകെ രംഗത്തിറങ്ങണം എന്നതാണ് കേരള ഗവൺമെന്റ് തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു കാര്യം. കോളേജ് വാർഡും കലങ്ങുമോൾ വാർഡും കൂടെ ചേരുന്ന ഈ മേഖലയിൽ ഇവിടുത്തെ ചെറുപ്പക്കാരും അതേപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തകരും വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത്തരം ജനകീയമായ കൂട്ടായ്മകൾ അനിവാര്യമാണ്. കൌൺസിലർ G. ഇന്ദുലേഖ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 35 വാർഡുകളിലും ഇതിന്റെ ഭാഗമായി ശുചീകരണം നടത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാലരുവിയിൽ സഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങളില്ല. പ്രതിഷേധം ശക്തമാകുന്നു.
കിഴക്കൻ മേഖലയിലെ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായിരുന്നു പാലരുവി വെള്ളച്ചാട്ടം. ഏറെക്കാലം അടച്ചിരുന്ന പാലരുവി വെള്ളച്ചാട്ടം കാലവർഷം ആരംഭിച്ചതോടെയാണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അന്നു മുതൽ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഇപ്പൊ പാലരുവിയിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് ദിനംപ്രതി കുറഞ്ഞു വരികയാണ്. വെള്ളച്ചാട്ടം കാണാനായി എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് കുറ്റാലം വെള്ളച്ചാട്ടത്തെയാണത്രേ. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളും മതിയായ രീതിയിൽ പാലരുവിയിൽ ഒരുക്കിയിരുന്നില്ല. സഞ്ചാരികളുടെ വാഹനങ്ങൾ പാലരുവിയിലേക്ക് കടത്തിവിടാത്തതും സഞ്ചാരികളുടെ എണ്ണം കുറയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാലരുവി വെള്ളച്ചാട്ടത്തോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥ കിഴക്കൻ മേഖലയിലെ ഒരു വലിയ വിനോദസഞ്ചാര മേഖലയാണ് തകർക്കുന്നത്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കിഴക്കൻ മേഖലയിലെ പള്ളികളിൽ വിപുലമായ പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. യുവാവിനെയും കുടുംബത്തെയും ഒരു സംഘം ആളുകൾ വീട് കയറി മർദ്ദിച്ചതായി പരാതി. പുനലൂർ കല്ലുമല സ്വദേശി ബോബൻ രാഘവനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത്. ചണ്ണപ്പേട്ട റോഡിൽ കൂറ്റൻ തേക്കുമരം കടപുഴകി വീണു. KSEB ജീവനക്കാരും പോലീസും ഫയർഫോഴ്സും അടിയന്തര നടപടി സ്വീകരിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,